ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ചെറിയ മിസ്റ്റേക്സ് വന്നാൽ പോലും ഇപ്പോൾ റിജക്ഷൻസ് ആണ് കൂടുതൽ സംഭവിക്കുന്നത്. IT വന്നതിന് ശേഷം ഡോക്യുമെന്റ്സ് 60 ഡേയ്സിനുള്ളിൽ സബ്മിറ്റ് ചെയ്തു, അതിനുശേഷം റിജക്ഷൻ വന്നവർ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ പഠിച്ച് ഇവിടെ IT തന്നെ വർക്ക് ചെയ്യുന്നവരും ഇവിടെ പഠിച്ച് ഇവിടെ ആറിനായിട്ട് വർക്ക് ചെയ്യുന്നവരൊക്കെ നിങ്ങൾ നിങ്ങളുടെ ജോബിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ അതിൽ വെബ്സൈറ്റ് കൊടുക്കും. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നോർത്ത് വെസ്റ്റ് മലയാളി. അപ്പം PR-ന്റെ ഇൻവൈറ്റ് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ പൊതുവെ എല്ലാവരും ഹാപ്പി ആയിരിക്കും. പിന്നീട് നമുക്ക് PR കിട്ടി എന്നുള്ള ഒരു സന്തോഷത്തിലായിരിക്കും എല്ലാവരും പ്രൊസീഡ് ചെയ്യുക. അതേപോലെ ഫാമിലീസ് അറിയുമ്പോഴാണെങ്കിലും എല്ലാം കൊണ്ടും. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് അതല്ല. അതായത് നമ്മൾ PR എപ്പോൾ റിസീവ് ചെയ്യുന്നോ, PR റിസീവ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പ്രസ് എൻട്രി പൂളിൽ നിന്നും ആ പോയിന്റ്സ് കറക്റ്റ് ആയി കഴിഞ്ഞ് മീറ്റ് ചെയ്യുമ്പോൾ അന്നത്തെ ആ ഡ്രോ, ഇപ്പോൾ CEC ആണെങ്കിലോ PNP ആണെങ്കിലോ ഏതാണെങ്കിലും ആ ഡ്രോയിൽ നമ്മൾ എലിജിബിൾ ആയി വരുമ്പോൾ ഒരു ഓട്ടോ ജനറേറ്റഡ് ആയിട്ട് ഒരു മെയിൽ നമ്മൾ റിസീവ് ചെയ്യും. അതിനെയാണ് ITA എന്ന് പറയുക, അതായത് ഇൻവൈറ്റ് ടു അപ്ലൈ. അപ്പോൾ ഈ IT വന്നതിന് ശേഷമാണ് നമ്മൾ ശരിക്കും ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുക. അതിൻ്റെ അത് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാകും, നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, അങ്ങനെ എല്ലാ അത്യാവശ്യമായിട്ട് വരുന്ന ഡോക്യുമെന്റ്സും നമ്മൾ അതിലാണ് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഈ ITA റിസീവ് ചെയ്ത് കഴിഞ്ഞ് ഈ ഒരു ഡോക്യുമെന്റ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് കിട്ടുന്ന പീരീഡ് 60 ഡേയ്സ് ആണ്. ഈ 60 ഡേയ്സിനുള്ളിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യാൻ വില്ലിംഗ് അല്ല എന്നാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി സിസ്റ്റത്തിൽ നിന്നും നമ്മുടെ ആ ഒരു പ്രൊഫൈൽ നീക്കം ചെയ്യപ്പെടും. പിന്നീട് നമ്മൾ രണ്ടാമത് എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും, വീണ്ടും പോയിന്റ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇതൊക്കെയാണ് ഇതിൻ്റെ സ്റ്റെപ്സ്. ഇതല്ല നമുക്ക് മെയിനായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. അതായത് ITA ഒരിക്കൽ റിസീവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ PR കിട്ടി എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. PR-ന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പാസ്സായി, അതായത് വന്നിരിക്കുന്ന സ്കോറിൽ നമ്മളും എലിജിബിളായി. ഈ എലിജിബിലിറ്റി കണ്ടിന്യൂ ചെയ്ത് പോവുകയും PR-ലേക്ക് ലാൻഡ് ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ ബേസിക് അല്ലെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്ന കാര്യമാണ് ITA. ഈ ITA റീസെൻ്റ്ലി ഇപ്പോൾ എനിക്കറിയാവുന്ന എൻ്റെ കൊളീഗ്സ് ആണെങ്കിലും കുറച്ച് പേർക്ക് ഇഷ്യൂസ് വന്നതുകൊണ്ടാണ് ഈ ടോപ്പിക്ക് ചൂസ് ചെയ്യുന്നത്. അപ്പം ഇതിൽ ഈ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ചെറിയ മിസ്റ്റേക്സ് വന്നാൽ പോലും ഇപ്പോൾ റിജക്ഷൻസ് ആണ് കൂടുതൽ സംഭവിക്കുന്നത്. നേരത്തെ ഇത്രയും ബുദ്ധിമുട്ടുള്ളൊരു സിറ്റുവേഷൻസ് ഉണ്ടായിട്ടില്ല. അതായത് നമുക്ക് കൂടുതലും ഓഫീസസ് നമ്മൾ റീച്ച് ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് അടുത്ത മെയിൽ അയക്കും, ക്ലാരിഫിക്കേഷൻസിന് വേണ്ടി ചോദിക്കും. ഇപ്പോഴും ക്ലാരിഫിക്കേഷൻസ് ചോദിക്കുന്നുണ്ട്, പക്ഷേ എല്ലാ കേസസിലും ക്ലാരിഫിക്കേഷൻസ് ചോദിച്ച് നമുക്ക് മെയിൽ വരുന്നില്ല. അതിൻ്റെ നെഗറ്റീവ് ആസ്പെക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ നമുക്ക് PR റിജക്ഷൻ കിട്ടിയാൽ നമുക്ക് അതിനെ റീവാലുവേഷന് വേണ്ടി കൊടുക്കേണ്ടി വരും. അതായത് നമ്മുടെ PR റിജക്റ്റ് ആയതിൻ്റെ സാറ്റിസ്ഫൈഡ് അല്ല, നമ്മൾ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ല എന്ന് കാണിച്ചിട്ട് രണ്ടാമത് നമ്മൾ അപ്ലൈ ചെയ്യും. ഒന്ന് റീകൺസിഡർ ചെയ്യണം എൻ്റെ ആപ്ലിക്കേഷൻ എന്നുള്ള രീതിയിലാണ് നമ്മളത് അപ്ലൈ ചെയ്യുക. അപ്പോൾ ആ റീകൺസിഡറേഷന് കൊടുക്കുമ്പോൾ അതും അപ്പോൾ നിൽക്കുന്ന ഓഫീസറിൻ്റെ വിഷ് പ്രകാരമാണ്. അതായത് അവർക്ക് തോന്നുകയാണ് നമ്മൾ കാണിച്ചിരിക്കുന്ന ഫാക്ടേഴ്സ് സോളിഡ് ആണ്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ പറയുന്നത് സത്യാവസ്ഥയുള്ളതാണ് എന്ന് തോന്നിയാൽ മാത്രമേ റീകൺസിഡറേഷനിൽ എടുക്കത്തുള്ളൂ. അപ്പോൾ അത് നമുക്കൊരു PR റിജക്ഷനിലേക്ക് വഴിയൊരുക്കും. അപ്പോൾ ഇപ്പോഴത്തെ ക്രൂഷ്യൽ സിറ്റുവേഷൻസ് നിലനിൽക്കുമ്പോൾ ഒരു കാരണവശാലും PR റിജക്റ്റ് ആവാതെ നോക്കുന്നതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്. സോ ITA ജനറേറ്റ് ആയി കഴിഞ്ഞാൽ, അതായത് ITA നിങ്ങളുടെ ഇമെയിലിൽ റിസീവ് ആയി കഴിഞ്ഞാൽ 60 ഡേയ്സ് ആണ് നിങ്ങൾക്ക് കിട്ടുക. ഈ 60 ഡേയ്സിനുള്ളിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ഓരോ ഡോക്യുമെൻറ്റും, അതായത് നമുക്കിപ്പോൾ നമ്മൾ പറയുമല്ലോ എൻ്റെ എല്ലാ ഡോക്യുമെൻറ്റ്സും പെർഫെക്റ്റ് ആണ്, അല്ലെങ്കിൽ ഞാൻ വച്ചിരിക്കുന്ന ഡോക്യുമെൻറ്റ്സ് എല്ലാം ഒറിജിനലാണ്, അപ്പോൾ ഞാൻ ഒരുപാട് പേടിക്കേണ്ട ആവശ്യമില്ല. ഒരിക്കലും അല്ല. അതായത് നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് സ്പൗസ് ഉണ്ട്, നിങ്ങൾ സ്പൗസിനെ PR-ൽ വെക്കുന്നില്ല എന്നാണെങ്കിൽ സ്പൗസിൻ്റെ കൂടെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്സ് നമ്മൾ വെക്കാനായിട്ട് എപ്പോഴും പറയും. അതേപോലെ എന്ത് ഡോക്യുമെന്റ്സ് ആണെങ്കിലും നിങ്ങൾക്കൊരു മിസ്റെപ്രസെൻറ്റേഷൻ വരും എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഓഫീസർ ചോദിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. അതെല്ലാം നിങ്ങളുടെ ഡോക്യുമെന്റ്സിൽ അഡീഷണൽ ആയിട്ട് കയറ്റി വെച്ചേക്കുക. അതായത് ഇതൊരു പ്രൂഫാണ്, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഒരു പ്രൂഫ് വെക്കുന്നത് എന്നുള്ള രീതിയിൽ എല്ലാ പ്രൂഫ്സും നേരത്തെ കയറ്റി വെക്കുക. ഇനി കൂടുതലായിട്ട് ഇവിടെ സ്റ്റഡി ചെയ്ത കുട്ടികളുണ്ടെങ്കിൽ, അതായത് ഇവിടെ സ്റ്റഡി ചെയ്ത സ്റ്റുഡൻസ് ആണ്, അവർക്ക് PR റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മോൺട്രിയാലിലോ അല്ലെങ്കിൽ ഇപ്പോൾ DLI ലിസ്റ്റിൽ നിന്നും റിമൂവ് ചെയ്ത ഏതെങ്കിലും കോളേജസിലാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതെങ്കിൽ
മേക്ക് ഷുവർ നിങ്ങൾ വെച്ചിരിക്കുന്ന കംപ്ലീഷൻ സർട്ടിഫിക്കറ്റോ എല്ലാം ആ ഒരു DLI ലിസ്റ്റിൽ നിന്നും മാറ്റപ്പെടുന്ന ദിവസത്തേക്കാൾ മുന്നേ ഉണ്ടായിരുന്നതാണെന്ന് കൺഫേം ചെയ്യുക. അതായത് ഡേറ്റ് ഒരിക്കലും പുതിയത് വരരുത്. നിങ്ങൾ എപ്പോഴും കമ്പ്യൂട്ടറിൽ നിന്ന് ജനറേറ്റ് ചെയ്തെടുക്കുമ്പോൾ പുതിയ ഡേറ്റ് ആയിരിക്കും വരിക. അതായത് നിങ്ങൾ ഇന്ന് ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇന്നത്തെ ഡേറ്റിലായിരിക്കും നിങ്ങളുടെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ്സും ഡോക്യുമെന്റ്സും എല്ലാം കോളേജസിൽ നിന്ന് വരിക. ഒരിക്കലും അങ്ങനത്തെ ഡോക്യുമെന്റ്സ് വെക്കരുത്. DLI ലിസ്റ്റിൽ നിന്നും റിമൂവ് ആയ കോളേജസ് ആണെങ്കിൽ 100 വട്ടം നിങ്ങൾ ഉറപ്പുവരുത്തുക നിങ്ങൾ വെച്ചേക്കുന്ന ഡോക്യുമെന്റ്സ് എല്ലാം ആ ടൈം ഫ്രെയിമിൽ തന്നെ ഉള്ളതാണ്, അല്ലെങ്കിൽ കംപ്ലീഷൻ ചെയ്ത ആ ടൈം ഫ്രെയിമിലുള്ള ഡോക്യുമെന്റ്സ് ആണ് നിങ്ങൾ വെക്കുന്നതെന്ന് 100% ഉറപ്പുവരുത്തുക. ഇനി ഈ ഒരു കേസ് വരുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ, അതായത് ഇപ്പോഴത്തെ റേറ്റ് കൂടുതലാണെന്ന് അറിയാം, എന്നാലും കൺസൾട്ടൻസ് ഉറപ്പായിട്ടും ഒരു കൺസൾട്ടന്റിനെ വെക്കുന്നത് ഈ ഒരു സിറ്റുവേഷനിൽ വളരെ നല്ലതായിരിക്കും. നമ്മൾ പൊതുവേ പറയും എനിക്ക് കമ്പ്യൂട്ടർ മാനേജ് ചെയ്യാൻ അറിയാം, എനിക്ക് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാൻ അറിയാം. ശരിക്കും ഒരു കൺസൾട്ടന്റിന് 2000-ഓ 3000-ഓ ഒന്നും കൊടുത്ത് അവരെ എത്രയും, അത് ക്യാഡിലാണ് വരുന്നത്, അത്രയും ക്യാഡൊന്നും കൊടുത്തിട്ട് നമ്മൾ ഒരാളെ അഫോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല, എനിക്ക് തനിയെ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നവർ ഇഷ്ടംപോലെ ഉണ്ട്. അത് നല്ലതാണ്. നിങ്ങൾക്ക് തനിയെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ഓഫ് കോഴ്സ് അത് അത്രയും പൈസ നമ്മൾ സേവ് ചെയ്യേണ്ട സമയത്ത് സേവ് ചെയ്യാൻ പറ്റുന്നത് വളരെ നല്ലതാണ്. എന്നിരുന്നാൽ കൂടി അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഡോക്യുമെന്റ് വെരിഫൈ ചെയ്യാൻ വേണ്ടിയെങ്കിലും ഒരു കൺസൾട്ടന്റിനെ എടുക്കുന്നത് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ വളരെ നല്ലതാണ്. അതായത് തുടക്കം മുതൽ അവസാനം വരെയുള്ള പ്രോസസ്സ് ചെയ്യാനാണ് നമ്മൾ എപ്പോഴും ഈ 2000-3000 ഒക്കെ പറയുന്നത്. ഈ ഡോക്യുമെന്റ്സ് വെരിഫൈ ചെയ്യാൻ, അതായത് വൺസ് യു റിസീവ് ഐ ടി റിസീവ് ആയി കഴിഞ്ഞാൽ ആ ഒരു മൊമെന്റിലാണ് നമുക്ക് ഈ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വരുന്നത്. അറ്റ്ലീസ്റ്റ് ആ ഒരു സമയത്ത് ആ ഡോക്യുമെന്റ്സ് ഒന്ന് റീവെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു IRCC കൺസൾട്ടന്റിനെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഐ തിങ്ക് അതിനൊരു $800 അടുത്തായിരിക്കും നമുക്ക് വരിക. എന്നാലും അത് എപ്പോഴും ഹെൽപ്ഫുൾ ആണ്. അതായത് നമ്മൾ നോക്കുന്നതിനേക്കാളും എപ്പോഴും അവർക്ക് ഒരു ഡബിൾ ഐസ് അതിൽ ഉള്ളത് എന്തുകൊണ്ടും നല്ലതാണ്. ഈ സിറ്റുവേഷൻ ഞാൻ പറയാൻ കാരണം റീസെന്റ് കുറേ പേർക്ക് റിജക്ഷൻസ് കിട്ടിയിട്ടുണ്ട്. PR-ന്റെ ITA വന്നതിന് ശേഷം ഡോക്യുമെന്റ്സ് 60 ഡേയ്സിനുള്ളിൽ സബ്മിറ്റ് ചെയ്തു, അതിനുശേഷം റിജക്ഷൻ വന്നവർ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം അങ്ങനെ വന്ന കേസ് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഇനി ഈ ഒരു ഇത് തൃപ്തികരമായിട്ട് എടുക്കാൻ പറ്റാത്തവരുണ്ടാകാം, അല്ലെങ്കിൽ എന്താ പറയുക, ഈ ഒരു IRCC കൺസൾട്ടന്റ് നോക്കിയാൽ എന്താണ് ഒരു പ്രത്യേകത വരിക എന്ന്. കൺസൾട്ടന്റ് നോക്കിയാൽ പ്രത്യേകത വരുന്നതിൻ്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ഡോക്യുമെന്റ്സ് ആയിട്ടാണ് ഫുൾ ടൈം വർക്ക് ചെയ്യുന്നത് എല്ലാം. അതായത് നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷനെ ചെയ്യുന്നുള്ളൂ, അവർ നമ്മുടെ ആപ്ലിക്കേഷൻ മാത്രമല്ല ചെയ്യുന്നത്. 100-ൽ പരം 1000-ൽ പരം ആപ്ലിക്കേഷൻസ് ചെയ്ത് അറിവുള്ളവരാണ് അവർ. അപ്പം ഒരിക്കലും അവരെ കൊച്ചാക്കി കാണുന്ന സിറ്റുവേഷൻ അല്ല ഇതുള്ളത്. നമുക്ക് മാക്സിമം ഏതൊക്കെ ഡോക്യുമെന്റ്സ് വെക്കേണ്ടി വരും എന്നുള്ളത് അറിയാവുന്നത് അവരാണ്. ഇനി ഇതെല്ലാം മാറ്റി നിർത്തിയാലും നമുക്ക് വേറൊരു ഗ്രേസ് തിങ് ഉണ്ട്. അതായത് നമ്മളിപ്പോൾ പറയുമല്ലോ, നമ്മുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് 1 year ആവുമ്പോഴാണ് ഇത് എക്സ്പയർ ആവുക എന്നുള്ളത്. ഈ 1 year ആകുമ്പോൾ എക്സ്പയർ ആയാലും നിങ്ങൾക്ക് ഇതിനു മുന്നേ നിങ്ങൾ വെച്ച എല്ലാ ആപ്ലിക്കേഷൻസും IRCCയുടെ കയ്യിലുണ്ട്. നിങ്ങൾ വെറുതെ ജസ്റ്റ് ഒരു തമാശക്കായിട്ടൊന്ന് ക്രിയേറ്റ് ചെയ്തിട്ടതാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾ വെറുതെ ഒരു പോയിന്റ് സ്കീം അറിയാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഡീറ്റെയിൽസോ ഏതെങ്കിലും ഒരു കോളേജിന്റെ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ എനിക്ക് ഇതൊക്കെ ഉണ്ടെങ്കിൽ എത്രയാണ് പോയിന്റ് വരിക എന്നറിയാൻ വേണ്ടി നിങ്ങളൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സൂക്ഷിക്കുക. കാരണം അതും IRCCയുടെ കയ്യിലുണ്ട്. അപ്പം നമ്മൾ ഈ പറയുന്നത് പോലെ ജസ്റ്റ് തമാശക്ക് കളിക്കാൻ പറ്റിയ ഒരു സ്ക്രീൻ അല്ല അതൊരിക്കലും. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് എന്താ പറയുക, എൻ്റെ പോയിന്റ്സ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാൻ ഒരിക്കലും പോയിന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു എന്താ പറയുക ഡമ്മി ആയിട്ടോ ഒരു PR പ്രൊഫൈൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിടരുത്. CRS സ്കോർ കാൽക്കുലേറ്റ് ചെയ്യാനാണെങ്കിൽ എപ്പോഴും കാനഡയ്ക്ക് CRS സ്കോർ കാൽക്കുലേറ്റർ ഉണ്ട്, അത് മാത്രമേ നിങ്ങൾ യൂസ് ചെയ്യാവുള്ളൂ. ഒരിക്കലും PR പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് CRS സ്കോറിൽ ഒന്നും കൂടി നോക്കാമെന്നോ അല്ലെങ്കിൽ ഡമ്മി ആയിട്ടൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് വെറുതെ അതിൻ്റെ അകത്ത് കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിടാമെന്നോ വിചാരിച്ചിടരുത്. എല്ലാ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസും റെക്കോർഡിക്കലാണ്. അപ്പം നിങ്ങൾ അത് കഴിഞ്ഞിട്ട് രണ്ടാമത് കൊടുക്കുന്ന ആപ്ലിക്കേഷനിൽ കുറച്ച് മിസ്മാച്ച് വന്നു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഇതെല്ലാം ക്വസ്റ്റ്യൻ ചെയ്യപ്പെടും. അപ്പോൾ നിങ്ങൾ അതിനൊക്കെ ഉള്ളൊരു പ്രൂഫ് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി കഷ്ടപ്പെടേണ്ടി വരും. ഇനി വേറൊരു കാര്യം, നിങ്ങളുടെ ഡോക്യുമെന്റ്സിൽ പല പേരുകളുണ്ട് എന്നാണെന്നാണെങ്കിൽ ആ പേരുകൾ നമുക്ക് ഡിഫറെൻറ്റ് നെയിം ഞാൻ യൂസ് ചെയ്തിരുന്നു എന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് എപ്പോഴും നേരത്തെ വെച്ചിരിക്കുക. അത് അവർ ചോദിക്കാൻ വേണ്ടി ഒരിക്കലും വെയിറ്റ് ചെയ്യരുത്. നേരത്തെ ആ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് നിങ്ങൾ മാക്സിമം റെഡിയാക്കി അപ്ലോഡ് ചെയ്തിരിക്കുക. ഇനി PCCക്ക് വെയിറ്റ് ചെയ്യുന്നവരോട്, PCC കറണ്ട്ലി ഭയങ്കര ഡിലേ ഉണ്ട്. അതായത് ഇന്ത്യൻ PCCക്ക് ഭയങ്കര ഡിലേ വരുന്നുണ്ട്. അപ്പം നേരത്തെ തന്നെ നിങ്ങളുടെ പോയിന്റ് ഏകദേശം കോൾ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നു എന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ ഒരിക്കലും ആ ലാസ്റ്റ് മൊമെന്റിലേക്ക് വെയിറ്റ് ചെയ്യരുത്. നേരത്തെ തന്നെ PCCക്ക് വേണ്ടി
അപ്ലൈ ചെയ്തേക്കാം. ഇപ്പൊ റീസെന്റ് നമുക്ക് ഇവിടെ കാനഡ പോസ്റ്റിലൊക്കെ ഇഷ്യൂസ് വന്നപ്പോൾ നമുക്ക് ഡിലേ ഉണ്ടായിരുന്നു. അപ്പം പ്യൂർ ലെറ്റർ വഴിയൊക്കെ PCC വന്നുകൊണ്ടിരുന്നത്. അപ്പം എന്തെങ്കിലും ഡിലേസ് നമ്മൾ ആ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ലിമിറ്റഡ് പീരീഡ് ആണ്, 60 days ആണ് നമുക്കുള്ളത്. ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തിട്ടായിരിക്കും ഇത് കിട്ടുന്നത് തന്നെ PR. അപ്പോൾ ആ സിറ്റുവേഷനിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ ഭാഗത്തു നിന്നുള്ളൊരു മിസ്റ്റേക്ക് കൊണ്ട് ആ ഒരു ഇഷ്യൂ ഉണ്ടാവുന്നത് വളരെ വിഷമകരമായിട്ടുള്ള കാര്യമായിരിക്കും. ഇനി ഞാൻ ഈ പറയുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കും ഞാനൊരു IT പ്രൊഫഷണലാണ്, അല്ലെങ്കിൽ ഞാനൊരു നേഴ്സാണ്, എനിക്ക് ഇതൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആളാണ്, എനിക്കിത് തനിയെ ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ റിജക്ഷൻ കിട്ടിയവരാരും ചില്ലറക്കാരല്ല. ഇവിടെ പഠിച്ച് ഇവിടെ IT തന്നെ വർക്ക് ചെയ്യുന്നവരും ഇവിടെ പഠിച്ച് ഇവിടെ ആറിനായിട്ട് വർക്ക് ചെയ്യുന്നവരൊക്കെ തന്നെയാണ് ഈ റിജക്ഷൻസ് കിട്ടിയതും മിസ്റെപ്രസെന്റേഷന് വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് വന്നവരും എല്ലാം. ഈ മിസ്റെപ്രസെന്റേഷൻ എന്ന് പറയുമ്പോൾ വേറെ ഒരു കാര്യം കൂടി ഉണ്ട്. മിസ്റെപ്രസെന്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫൈൻ, പെനാൽറ്റി കൂടി അതിൽ വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അതായത് നിങ്ങൾ വെച്ചിരിക്കുന്ന ഡോക്യുമെന്റ്സിൽ എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ് ഫേക്ക് ആണെന്ന് തോന്നിയാൽ അതിന് പെനാൽറ്റി വരെ നിങ്ങളുടെ അടുത്ത് നിന്നും ഈടാക്കാം എന്നുള്ളത് കാനഡ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പം നമ്മൾ കൊടുത്തേക്കുന്ന ഒരു ഡീറ്റെയിൽ പോലും നമുക്ക് ഉപദ്രവകരമായി വരരുത്. ഇനി വേറൊന്ന് അതല്ലെങ്കിൽ വർക്ക് പെർമിറ്റിൽ നിന്നിട്ട് ഇവിടെ എക്സ്പീരിയൻസ് വാങ്ങിയവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജോബിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ അതിൽ വെബ്സൈറ്റ് കൊടുക്കുമല്ലോ, അതായത് ഈ ഒരു ഓഫീസിനെ റീച്ച് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന വെബ്സൈറ്റ്, ഒരിക്കലും ആ വെബ്സൈറ്റ് എക്സ്പയർഡ് ആവരുത്. അതായത് ആ വെബ്സൈറ്റ് നിങ്ങൾ ആക്സസ് ചെയ്ത് നോക്കുമ്പോൾ അതിൽ കിട്ടണം, അതായത് നിങ്ങൾക്ക് ആ പേജിൽ റീച്ച് ചെയ്യാൻ വേണം. പേജ് നോട്ട് ഫൗണ്ട് ഓർ വെബ്സൈറ്റ് ഇൻവാലിഡ് ആണെങ്കിൽ അതും നിങ്ങൾക്ക് ഇഷ്യൂസ് തരാവുന്നതേ ഉള്ളൂ. അതേപോലെ നിങ്ങൾ കൊടുക്കുന്ന കോൺടാക്ട് നമ്പേഴ്സ് ഒരിക്കലും ഇല്ലാത്ത കോൺടാക്ട് കൊടുക്കരുത്. അതേപോലെ ഫേക്കായിട്ട് ഒരു വർക്ക് ഡീറ്റെയിൽ കൊടുത്തിട്ട് നിങ്ങളുടെ ഫ്രണ്ടിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് ഫേക്ക് ഉണ്ടാക്കരുത്. കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഭയങ്കര ക്രൂഷ്യലാണ്. ഒന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നിസ്സാരമായിട്ട് പോകണമെന്നില്ല. സോ പ്ലീസ് ടേക്ക് കെയർ ഓഫ് യുവർ ആപ്ലിക്കേഷൻസ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്